ഹലയ അനലിറ്റിക്കൽ സേവനം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദയത് കടലത് കോർപ്പറേഷനെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. താഴെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം. നിങ്ങൾ ഗവേഷണം നടത്തുന്ന കോർപ്പറേഷന്റെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പഠിക്കാം. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും. 2025 മെയ് 19 നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം അനുസരിച്ച് ദയത് കടലത് കമ്പനി കെവിന്റെ ഡജൻ ചാം ഉപവിഭാഗത്തിൽപ്പെടുന്നു. 18 ഓർഗനൈസേഷനുകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു. ഇത് തികച്ചും പ്രാതിനിധ്യമാണ്. ചോദ്യം ചെയ്യപ്പെടുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: 10 പോയിന്റിൽ 2 എണ്ണം. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 2.5 പോയിന്റ്. നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് 1.9 പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. 2 പോയിന്റ് റേറ്റിംഗിനെതിരെ കെവിന്റെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ദജം ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ 12 മാസത്തെ സ്റ്റോക്കുകൾ ഞങ്ങൾ കാണും. ദജം -43.2% ചലനാത്മക കാണിച്ചു. ഉപവിഭാഗത്തിലെ വില വ്യതിയാനങ്ങൾക്കെതിരെ -21.5%. ഇത് ഉറപ്പായി ഒന്നും അർത്ഥമാക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം കെവിന്റെ $264.82 ബില്യൺ. $515 ബില്യൺ വിപണി മൂലധനമാണ് ഉപവിഭാഗം. ഡജൻ 51.383% വിഹിതവും ഉപവിഭാഗത്തിലെ പ്രധാന നേതാവുമാണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $95.01 ബില്യൺ. ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യം $229 ബില്യൺ ആണ്. ഡജൻ 41.468%. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ഡജം ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 51.383%. പുസ്തക മൂല്യം 41.468%. ഇത് വിപണി മൂല്യത്തേക്കാൾ 19% കുറവാണ്. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യനിർണ്ണയം ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ മോശം -1 പോയിന്റ്. പഠനത്തിലുള്ള കമ്പനിക്ക് $81.716 ബില്യൺ സാമ്പത്തിക ബാധ്യതയുണ്ട്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ 86%. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ വിലവരുമാന അനുപാതം 12 ആണ്. 13.6 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയിൽ ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ 12% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭാനുപാതവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $22,108 മില്യൺ. അടുത്ത 12 മാസത്തെ ഫോർവേഡ് വരുമാനം $24,451 മില്യൺ. ഇത് നിലവിലെ സമയത്തേക്കാൾ 10.6% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 0.6 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 0.5 ആണ്. ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ 20% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ പാസാബിൾ -0.5 പോയിന്റ്.
കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $410.90 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം $449.390 മില്യൺ. ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ 10% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. മാർജിനലിറ്റി 5.4%. ഉപവിഭാഗത്തിന്റെ ശരാശരി 3.6%. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 1.8%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 57.361%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 12% കൂടുതലാണ്. ഈ വസ്തുത കമ്പനിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയുടെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു. ഡെറ്റൻഹ്യാം കൂടുതലും കുറച്ചു കാണുന്നതിലേക്കാണ്. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് $662,000 തുല്യമാണ്. ഉപവിഭാഗത്തിന് $739,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 10.4%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ ലാഭം $55.3000 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി $54.4000 ആണ്. കൂടാതെ ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം 2%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ പങ്ക് $125,000 ആണ്. ഉപവിഭാഗം $1,506,000. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 47%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. വിൽപ്പന ഇടപാടുകളുടെ അളവ് 1% തുല്യമാണ്. ഉപവിഭാഗത്തിന് ശരാശരി 1.4%. ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ സാധ്യതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ്. സാങ്കേതിക സൂചകം 14 കമ്പനിക്ക് 20% ലെവൽ കാണിക്കുന്നു. രചനയാം ഉപവിഭാഗത്തിൽ ലെവൽ 34% ശരാശരി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനിയേക്കാൾ ഉയർന്നതാണ്. രചനയാം കമ്പനിയുടെ നിലവിലെ സ്റ്റോക്ക് മൂല്യം ഏകദേശം $292 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $414 ആണ്. യഥാർത്ഥ വിലയും സമവായ പ്രവചന ചലനാത്മകതയും ഏകദേശം 42%. നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം. അത് എല്ലാവർക്കും ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ്. വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി നിലവിലെ സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ വിലയിരുത്തലിന്റെ ഫലമായി ലക്ഷ്യം വിവര സംവിധാനം ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. നിലവിലെ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് നന്ദി.